നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ IMSCയിൽ ജോലി. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല ഒരവസരം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസസ് ഇപ്പോൾ പ്രൊജക്ട് അസിസ്റ്റന്റ്, റിസർച്ച് അസോസിയേറ്റ്, പ്രോജക്ട് അസോസിയേറ്റ് തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. ഇതിനായി ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കാണ് മൊത്തം ഒഴിവുകളിലേക്ക് 14 ഒഴിവുകളാണുള്ളത്. ഓൺലൈനായി അപേക്ഷിക്കാവുന്നത്. നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് ഈ ജോലി എന്നുള്ളതാണ് ഏറ്റവും വലിയ ആകർഷണം. ഈ ജോലിക്ക് മെയ് 10 മുതൽ അപേക്ഷിക്കാം. മെയ് 24 വരെയാണ് അപേക്ഷിക്കേണ്ട അവസാന ദിവസം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസിന്റെ ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം ഇങ്ങനെയാണ്. പ്രൊജക്ട് അസിസ്റ്റന്റിന്റെ 6 ഒഴിവുകൾ, 20,000 രൂപ വരെ ശമ്പളമുണ്ട്. 20,000 രൂപ മുതൽ 85,000 രൂപ വരെ ശമ്പളമുണ്ട്. റിസർച്ച് അസോസിയേറ്റിന്റെ ഒഴിവാണുള്ളത്. 20,000 മുതൽ 85,000 വരെയാണ് പ്രതീക്ഷിക്കാവുന്ന ശമ്പളം. പ്രോജക്ട് അസോസിയേറ്റിന്റെയും ഒരു ഒഴിവാണുള്ളത്. 20,000 മുതൽ 85,000 വരെ തന്നെയാണ് ശമ്പളം. അഡ്മിനിസ്ട്രേറ്റീവ് ട്രെയിനിയുടെ 4 ഒഴിവുകളുണ്ട്. ശമ്പളം 20,000 മുതൽ 85,000 വരെ തന്നെ. ക്ലർക്കിന്റെ ഒരു ഒഴിവുണ്ട്. 20,000 85,000 ശമ്പള സ്കെയിൽ. സയന്റിഫിക് ഓഫീസറുടെ ഒരു ഒഴിവിനും 20,000 മുതൽ 85,000 വരെയാണ് ശമ്പളം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസസിന്റെ ഈ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി 40 വയസ്സാണ്. ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് പ്രോജക്ട് അസിസ്റ്റന്റ്, റിസർച്ച് അസോസിയേറ്റ്, പ്രോജക്ട് അസോസിയേറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ട്രെയിനി, ക്ലർക്ക്, സയന്റിഫിക് ഓഫീസർ എന്നീ തസ്തികകളിലേക്കാണ് അപേക്ഷിക്കാവുന്നത്. ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് പ്രോജക്ട് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് മാസ്റ്റർ ഡിഗ്രിയും അല്ലെങ്കിൽ BTech ആയിരിക്കും. റിസർച്ച് അസോസിയേറ്റിന് PhD, പ്രോജക്ട് അസോസിയേറ്റിന് PhD, അഡ്മിനിസ്ട്രേറ്റീവ് ട്രെയിനി ബാച്ചിലേഴ്സ് ഡിഗ്രി, ക്ലർക്കിന് CGPA, സയന്റിഫിക് ഓഫീസർക്ക് MSc കഴിഞ്ഞിരിക്കണം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസിന്റെ ഇത്തരം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി മെയ് 24 അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം വിശദമായി മനസ്സിലാക്കാനും കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുന്നതിനും ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. ഔദ്യോഗിക വിജ്ഞാപനം ലഭിക്കുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ പോസ്റ്റിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി പോസ്റ്റ് ഒന്ന് പങ്കുവയ്ക്കൂ. ഒപ്പം തന്നെ തൊഴിൽജാലകം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്.